വിട്ടവരും കെട്ടിച്ചു വിടാനുള്ളവരും ഉണ്ട്. ഇങ്ങനെ ഏത് കാര്യവും എവിടെ എന്തും നടക്കുമെന്നാണെങ്കിൽ ഈ രാജ്യത്ത് എന്താ സുരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും കഴിവും ഇത്രയും പ്രാഗൽഭ്യവും നമ്മളൊക്കെ അഭിമാനിച്ചിരുന്ന നമ്മുടെ കേരള പോലീസിന് ഈ ഒരു കേസിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പിന്നോക്ക നയം സ്വീകരിക്കുന്നു? കാരണവശാലും നമ്മുടെ കേരള പോലീസിന്റെ കഴിവില്ലായ്മയല്ല, വേണ്ട എന്ന് വെച്ചിട്ട് തന്നെ മാറി നിൽക്കുന്നതാണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. ഔപചാരികത എന്ന നിലയിൽ ആശംസിക്കുന്നു. അനുശോചനം അറിയിച്ചുകൊണ്ട് തന്നെ അവർക്ക് സ്വാഗതം നേരുന്നു. കൂടാതെ മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ നിന്നും അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഈ ഒരു പ്രതിഷേധ മാർച്ചിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും അതോടൊപ്പം പല നാനാവിധ തുറകളിൽ നിന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഈ 2 പഞ്ചായത്തുകളിൽ നിന്ന് കൂടാതെ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കൂടി ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മൾ ഇവിടെ എത്തിച്ചേർന്നതിൻ്റെ ആവശ്യകത നമുക്കറിയാം. ഇന്നും നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കപ്പെടുന്ന ഓരോ ക്രൈം കൃത്യമായിട്ടുള്ള ഒരു വിഷ്വൽസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തതകൾ മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തുന്ന നമ്മുടെ കേരള പോലീസ് നമുക്ക് എന്നും ഒരു അഭിമാനകരമായിരുന്നു. കാരണം ഏത് കേസ് വന്നാലും നമുക്കറിയാം മണിക്കൂറുകൾക്കുള്ളിൽ അവർ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും കൃത്യമായിട്ട് അതിനുള്ള ആക്ഷൻ ചെയ്യുകയും ചെയ്തിരുന്നത് കൊണ്ട് തന്നെ നമ്മളേറെ ബഹുമാനിച്ചിരുന്ന നമ്മുടെ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ ഏറ്റുമാനൂർ നടന്ന ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത്ര മൗനത പാലിക്കുന്നു എന്നറിയില്ല, എന്തുകൊണ്ടാണ് ഇത്ര മന്ദഗതി എന്നറിയില്ല. ശേഖരിക്കാമായിരുന്ന പല തെളിവുകളും വേണ്ട സമയത്ത് ശേഖരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ലാത്തതും. അതുപോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടാമായിരുന്ന ക്രൈമിലെ പ്രതിയാവണമെന്നില്ലല്ലോ ചോദ്യം ചെയ്ത് കൃത്യമായ സൂചനകൾ കണ്ടെത്താമായിരുന്ന പലരെയും ആ രീതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ മൊഴികൾ പോലും എടുക്കാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ എടുക്കേണ്ടിയിരുന്ന ശാസ്ത്രീയ തെളിവുകൾ, വീട്ടിൽ നിന്ന് എടുക്കേണ്ടിയിരുന്ന ശാസ്ത്രീയ തെളിവുകൾ, ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് എടുക്കേണ്ടിയിരുന്ന തെളിവുകൾ, ഇതൊക്കെ വളരെ മണിക്കൂറുകളും ദിവസങ്ങൾക്കും ശേഷമാണ് ഓരോന്നും ശേഖരിച്ചു തുടങ്ങിയത്. നമുക്കറിയാം ജിസ്മോൾ വന്നു എന്ന് പറയപ്പെടുന്ന സ്കൂട്ടറിൻ്റെ പോലും തെളിവുകൾ ഇവർ ശേഖരിച്ചിട്ടുണ്ടോ, അതിൽ നിന്നുള്ള സാമ്പിളുകൾ എടുത്തിട്ടുണ്ടോ, ഒന്നും ഇതുവരെ നമുക്കാർക്കും വ്യക്തതയില്ല. എന്തുകൊണ്ടാണ് ഇത്രയും കഴിവും ഇത്രയും പ്രാഗൽഭ്യവും നമ്മളൊക്കെ അഭിമാനിച്ചിരുന്ന നമ്മുടെ കേരള പോലീസിന് ഈ ഒരു കേസിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പിന്നോക്ക നയം സ്വീകരിക്കുന്നു? അതിന് പിന്നിൽ എന്താണ് അവരുടെ സമ്മർദ്ദം? അതറിയാനുള്ള ആഗ്രഹം എന്നെപ്പോലെ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അവരുടെ കഴിവില്ലായ്മയല്ല, ഒരു കാരണവശാലും നമ്മുടെ കേരള പോലീസിന്റെ കഴിവില്ലായ്മയല്ല, വേണ്ട എന്ന് വെച്ചിട്ട് തന്നെ മാറി നിൽക്കുന്നതാണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് ആ വേണ്ട എന്ന് വെക്കണമെങ്കിൽ അതിന് പിന്നിൽ ആര്? ഇവിടെ നിൽക്കുന്ന ഞങ്ങളാരും പണത്തിന്റെ സ്വാധീനത്തിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ സമുദായത്തിന്റെ ബലത്തിലല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. വിട്ടവരും കെട്ടിച്ചു വിടാനുള്ളവരും ഉണ്ട്. ഇങ്ങനെ ഏത് കാര്യവും എവിടെ എന്തും നടക്കുമെന്നാണെങ്കിൽ ഈ രാജ്യത്ത് എന്താ സുരക്ഷിക്കുന്നത്? അപ്പോൾ അടുത്തുള്ള മറ്റേത് സ്റ്റേഷനുകളിലും ഈ സ്റ്റേഷനിൽ ഉൾപ്പെടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തുമ്പുണ്ടാക്കിയിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയാണിത്. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം എന്തൊരു എന്താണ് ഈ അവ്യക്തത? അതിന് പിന്നിൽ എന്താണെന്ന് പറയാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്ക് ഇവിടുത്തെ അധികാരികളിൽ നിന്ന് കിട്ടിയിരിക്കണം. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തിന്മേൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.